ഞങ്ങളിപ്പോൾ ഉള്ളത് നിളയുടെ മടിത്തട്ടിൽ, അങ്ങനെ തന്നെ വേണം പറയാൻ. നിളയുടെ മടിത്തട്ടിൽ ഭാരതപ്പുഴ, ഇതിൽ തന്നെ ദേശീയത വിളിച്ചോതുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നദിയാണ് ഭാരതപ്പുഴ. എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് സഞ്ചരിക്കാൻ തോന്നുന്നല്ലേ നിളയിലൂടെ ഒരു യാത്ര. യെസ്, എനിക്കൊപ്പം നമുക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ശില്പ തന്നെ പരിചയപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും നമ്മൾ തിരുനാവായിൽ എത്തിയ അന്നു മുതൽ നമ്മളെ വളരെ സേഫായിട്ട് ഈ പുഴ കടക്കാനെല്ലാം സഹായിക്കുന്ന യാഹുട്ടിക്കയുണ്ട്. യാഹുട്ടിക്കയുടെ ഒപ്പം തന്നെ ഇവിടെ സജീവമായിട്ടുള്ള 3 ചേട്ടന്മാരും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. യാഹുട്ടിക്കയുടെ നിങ്ങൾ പലരും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാകും. ഇവിടെ തിരുനാവായിൽ വരുന്ന എല്ലാവർക്കും എന്താ പറയുക, ഒരു രക്ഷകനായിട്ട് എത്തുന്ന ഒരാളാണ് യാഹുട്ടിക്ക എന്ന് പറയുന്നത്. എത്രത്തോളം തിരക്ക് വന്നാലും നമ്മളെ ബോട്ടിൽ അല്ലേ അരുൺ ചേട്ടാ, ഞങ്ങളെപ്പോൾ ഓടി വന്നു കഴിഞ്ഞാലും ഞങ്ങളെ കൃത്യമായി ലൈവിന് ഒരു തടസ്സവും വരുത്താതെ അപ്പുറത്ത് എത്തിക്കുന്ന ആളാണ് യാഹുട്ടിക്ക. ഒരുപാട് വിശ്വാസികൾ, ഭക്തർ ഇങ്ങനെ പുഴ കടന്ന് ഈ പരിപാടി നടക്കുന്ന കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ നിള ആരതി നടക്കുന്ന ഈ സ്നാൻഘട്ടിലേക്ക് അവർ എത്തുന്നത് ഈ ബോട്ട് മാർഗമാണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ നിളയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമായൊരു നദി കൂടിയാണ് നിള. ഒരുപക്ഷെ MD ഉൾപ്പെടെയുള്ള നമ്മുടെ സാഹിത്യകാരന്മാരെയൊക്കെ ഹൃദയം നുറുങ്ങിപ്പോയ പല രീതിയിലുള്ള ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നിള നദിയാണ്. അത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് യാഹുട്ടിക്ക? ഇപ്പോൾ ഭാരതപ്പുഴ എന്ന് പറഞ്ഞത് കൂടുതലും പുൽമാടുകളൊക്കെ നിറഞ്ഞ് ഒരു വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കുറച്ചെങ്കിലും വൃത്തിയുള്ളത് നമ്മളുടെ ഈ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും തവനൂർ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്. ഇത് ഇനിയും നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ മണൽത്തിട്ടയിലുള്ള ഈ പുൽമാടുകളൊക്കെ നീക്കം ചെയ്യാൻ സർക്കാർ അതിനൊരു പഞ്ചായത്തിനാണെങ്കിൽ ആർക്കെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ട് ഈ മണൽത്തിട്ട നിയന്ത്രണാതീതമായിട്ടുള്ള ഒരു മണലെടുപ്പിലൊക്കെ കൊടുത്തിട്ട് ആ ഭാഗങ്ങളിൽ നിന്നും പുൽമാടുകൾ നീക്കം ചെയ്ത് പുഴ വൃത്തിയാക്കി കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, ഞാനത് തുറന്നു പറയുന്നുണ്ട് തോന്നുന്നു. ഞാനേ ആദ്യമായിട്ടാണ് ഈ വെള്ളത്തിൽ നിങ്ങളുള്ള ധൈര്യത്തിലാണ്. 20 പേർക്ക് പെർമിഷനുള്ള ഒരു തോണിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് 8 ടണ്ണോളം ഭാരം കയറ്റാവുന്ന തോണിയിലെ അത് അവരുടെ അധികൃതർ വന്നിട്ട് 20 പേരെ കയറ്റാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ട്. കാരണം ആ 20 പേരും ഒരു ഭാഗത്തേക്ക് നിന്നാലും ചെരിഞ്ഞു മറിയാത്ത, അതായത് താന്നൂർ ദുരന്തം പോലെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത്. ഈ 20 പേരും ഒരു ഭാഗത്തേക്ക് നിന്നാലും വഞ്ചി മറിയുകയോ മറ്റൊന്നും അപകടം വരികയോ ചെയ്യുക. ഈ അത്രയും വലിയ തോണി മഹാമാഘ മഹോത്സവം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. നാളെ അതിന്റെ തിരശ്ശീല വീഴുകയാണ്. തുടക്കം മുതൽ ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഒരു അനുഭവം? നല്ലൊരു എന്താ പറയുക, ഒരു ഭക്തരുടെ ഒരു പ്രളയമായിരുന്നു കുറച്ച് ദിവസങ്ങളിലൂടെ. അതിൻ്റെ ഇടയിൽ അവരെ കൊണ്ടുപോകാനും ഈ പൂജാരികളെ അങ്ങോട്ട് സ്നാനഘട്ടിലേക്ക് എത്തിക്കാനും എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതി. ഇതുവരെ ഇല്ലാത്ത. ഞാനിവിടെ വാവുത്സവങ്ങൾക്കൊക്കെ 50,000 40,000 ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നൊരു ചടങ്ങാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. 15 ദിവസത്തോളം അതിലും നീളുന്ന ഒരു ചടങ്ങ്. ഒരുപാട് ഭക്തരെ കാണാനും അവരുടെ ഭക്തിസാന്ദ്രമായ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനും പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഏത് വിശ്വാസികൾക്കും അതിൻ്റെതായൊരു ഇതുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് എന്താണ് തിരുനാവായനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു സൗഹൃദപരമായ ഒരു നാടാണ്. ഇവിടേക്ക് എത്തിപ്പെടുന്ന ഭക്തരുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഞങ്ങൾ വളരെയധികം ഈ പ്രാദേശിക തലത്തില് നാട്ടുകാരും ഇതിനങ്ങ് പങ്കാളികളെ വരവേറ്റു എന്ന് തന്നെ പറയാം. ഇത് ഞങ്ങളൊരു ഉത്സവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അത്തരം ജനങ്ങളെ ഞങ്ങളുടെ നാടിൻ്റെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റം വരാനും ഒരു നല്ലൊരു പ്രസക്തി നേടാനും പറ്റിയതിലും സന്തോഷം. ശില്പയ്ക്ക് എന്തോ ചോദിക്കാൻ? ഈ നിളയുടെ ആഴങ്ങളെ കുറിച്ചുകൂടി കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് യാഹുട്ടിക്ക എന്ന് പറയുന്നത്. മുങ്ങൽ വിദഗ്ധനാണ്, രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നിളയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിള എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ നിളയുടെ ഒരു ആഴങ്ങൾ എങ്ങനെയാണെന്ന് കൂടി യാഹുട്ടിക്ക പറഞ്ഞു തരും. നിള ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. നിള ഒരു ചതിപ്പുഴ പോലെ ചില ഭാഗങ്ങളിൽ ആഴമുള്ള കായങ്ങളാണ്. ഈ കായങ്ങളിൽ ഇവിടെ സാധാരണക്കാർക്ക് ഇത് അറിയില്ല. ഇപ്പം ഇന്നലെയും തന്നെ ഒരു പയ്യൻ നീന്തി കുറച്ചപ്പുറത്തേക്ക് ഞങ്ങൾ അവരെ പിന്തിരിപ്പിക്കാനുണ്ടായത്. പുഴയെ പറ്റി അറിയാതെ അവർ നീന്തി പിന്നെ വന്നെത്തുന്നത് ഈ കായങ്ങളിലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഭാരതപ്പുഴയിൽ പലയിടങ്ങളിലും കുഴികളുണ്ട്. കുട്ടികളായാലും
നീന്തൽ അറിയുന്നവരായാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങി നീന്തി കുളിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് അപകടങ്ങളിൽ സാക്ഷ്യം വഹിച്ചതും ഒരുപാട് മൃതദേഹങ്ങൾ മുങ്ങിയെടുത്ത് കൊടുത്തതും ആ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. നീന്തൽ അറിയാവുന്ന വ്യക്തികളെയാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടത്. നീന്തൽ കൂടി അറിയാത്ത എൻ്റെ സ്ഥിതി ആലോചിച്ചു. എന്തായാലും നിങ്ങളെ ധൈര്യത്തിലാണ് കയറിയത്. ധൈര്യമായിട്ട് പോകാം. തീർച്ചയായും.